ഗുരുവായൂർ ക്ഷേത്ര നഗരിയുടെ തെരുവോരങ്ങളിൽ അന്തിയുറങ്ങുന്നവരെ നിയന്ത്രിക്കാനൊരുങ്ങി പോലീസ്. ഇവർക്കിടയിൽ ക്രിമിനലുകൾ തമ്പടിക്കുന്നതും തുടർന്നുണ്ടാകുന്ന ക്രമസമാധാന പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായാണ് കർശന നടപടികളുമായി ടെമ്പിൾ പോലീസ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ക്ഷേത്രനഗരിയിൽ നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ഏറിയ പങ്കും തെരുവോരങ്ങളിൽ താമസിക്കുന്നവർ ഉൾപ്പെട്ടതാണ്. കഴിഞ്ഞ 3 മാസത്തിനിടെ നടന്ന 2 കൊലപാതകങ്ങൾക്ക് പിന്നിലും ഇത്തരക്കാരാണ്. പകൽ സമയത്ത് ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ് ഇവർ കഴിയുന്നത്. രാത്രിയായാൽ നടപ്പാതയിലും കടവരാന്തകളിലുമാണ് ഇവർ കിടന്നുറങ്ങുന്നത്. മേൽപ്പാലത്തിന് താഴെയും ഇവർ തമ്പടിക്കാറുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണിവർ. 3 നേരവും ഭക്ഷണത്തിനായി ക്ഷേത്രത്തിലെ പ്രസാദ ഊട്ടിനെയാണ് ഇവർ ആശ്രയിക്കുന്നത്. ഇവർക്കിടയിൽ സാമൂഹ്യ വിരുദ്ധർ നുഴഞ്ഞു കയറുന്നതും സന്ധ്യയാകുന്നതോടെ മദ്യപിച്ച് സംഘർഷമുണ്ടാക്കുന്നതും പതിവായതായി പോലീസ് ചൂണ്ടിക്കാട്ടുന്നു. രാത്രി ട്രെയിനിൽ ഗുരുവായൂരിലെത്തി പുലർച്ചെ മടങ്ങിപ്പോകുന്നവരും ഇക്കൂട്ടത്തിലുണ്ട്. ഇത്തരക്കാർ മോഷണത്തിനും പിടിച്ചുപറിക്കും മുതിരാറുണ്ട്. സമീപകാലത്തായി ക്ഷേത്രനഗരിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചില ക്രൈം കേസുകളെ തുടർന്നാണ് പോലീസ് ഈ വിഷയത്തിൽ കർശന നടപടികളിലേക്ക് കടന്നത്. ഇവരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി പ്രത്യേക പോലീസ് സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. സ്ട്രേഞ്ചേഴ്സ് ഗ്രൂപ്പ് എന്ന പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് തയ്യാറാക്കി ഇത്തരക്കാരുടെ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണെന്ന് ടെമ്പിൾ പോലീസ് SHO വിനോദ് വലിയാട്ടൂർ പറഞ്ഞു. പോലീസിൽ നമ്മളിവിടെ ഒരു ടീം ഉണ്ടാക്കിയിട്ടുണ്ട്. സ്ട്രേഞ്ചേഴ്സ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഇത്തരം സ്ട്രേഞ്ചേഴ്സിന്റെ ഡാറ്റാസ് നമ്മൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്ത ആഴ്ച മുതൽക്ക് തന്നെ, ഈ ആഴ്ചയിൽ അവസാന ദിവസം മുതൽക്ക് തന്നെ ഈ പാതയോരത്തും പ്രത്യേകിച്ച് അമ്പലത്ത് പരിസരത്തിലെ സ്ലാബുകൾ മുതലായവയിൽ ആളുകൾ കിടക്കാൻ പാടില്ല. രാത്രി ആളുകൾ കിടക്കാൻ പാടില്ല. അവരെ സാമൂഹ്യ ക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ട് പുനരധിവാസത്തിനോ അല്ലെങ്കിൽ അവരെ ബന്ധുക്കളെ കണ്ടുപിടിച്ച് അങ്ങോട്ട് അയക്കുകയോ ചെയ്യുന്ന രീതിയിലുള്ള വലിയൊരു ടാസ്കിൽ നമ്മൾ മുന്നിട്ടിറങ്ങിയാണ്. ഇവരുടെ കുടുംബ പശ്ചാത്തലം മനസ്സിലാക്കി ബന്ധുക്കളെ കണ്ടെത്തി തിരികെ അയക്കാനാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. ബാക്കിയുള്ളവരെ സാമൂഹ്യക്ഷേമ വകുപ്പുമായി ബന്ധപ്പെട്ട് പുനരധിവാസത്തിന് അയക്കാനും പദ്ധതിയിടുന്നുണ്ട്. ഇതിനായി രാത്രികാലങ്ങളിൽ പരിശോധനകൾ ശക്തമാക്കും. ഗുരുവായൂരിനെ ഒരു ക്രൈം രഹിത പ്രദേശമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് പോലീസ് ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിനായി നാട്ടുകാരുടെയും മാധ്യമപ്രവർത്തകരുടെയും ഓട്ടോ ടാക്സി ഡ്രൈവർമാരുടെയും വിവിധ ക്ലബ്ബുകളുടെയും സഹകരണം പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ രാത്രി ഇത്തരം ആളുകളെ പ്രത്യേകം പരിശോധിച്ച് അവരെ വന്ന സ്ഥലത്തേക്ക് തിരിച്ചയക്കാനുള്ള നടപടിക്കാണ് നമ്മൾ മുൻകൈ എടുക്കുന്നത്. അപ്പം അതിന് ഗുരുവായൂരിലുള്ള നല്ലവരായ ആളുകളും മാധ്യമപ്രവർത്തകരും ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള മറ്റ് ഗതാഗത യോഗ്യമാക്കുന്ന ആളുകളും എല്ലാവരും ഇതിന്, ക്ലബ്ബുകളും എല്ലാവരും ഇതിന് സഹകരിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.